ഹായ് പ്രിയപ്പെട്ടവരെ, 2-3 വീഡിയോസൊക്കെ ഇട്ടതിന് ശേഷം കുറേ പേര് എന്നെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇനി ഡിവോഴ്സിൻ്റെ വീഡിയോ ഇടുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. കാര്യം ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഡിവോഴ്സിയാണ്, വിവാഹമോചന ദിവസമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ പ്രശ്നങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡിവോഴ്സിനെ കുറിച്ച് ഞാൻ പറയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഡിവോഴ്സിനെ കുറിച്ചും ഡിവോഴ്സ് ചെയ്ത ഒരു സ്ത്രീ എന്തൊക്കെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയും അതിനെക്കുറിച്ചും എല്ലാം ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ഈ ചാനൽ വഴി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് വിവാഹവും വിവാഹമോചനവും ഒക്കെ രണ്ട് വ്യക്തികൾ ചേർന്ന് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് എൻ്റെ മാത്രം പേഴ്സണൽ കാര്യമല്ല, വേറൊരു വ്യക്തിയുടെയും കൂടി ചേരുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരാളുടെ അനുവാദമില്ലാതെ അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് തീർത്തും ഒരാളോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. അത് നമ്മുടെ ഒരു ശത്രു ആയാൽ പോലും നമ്മൾ അയാളുടെ അനുവാദമില്ലാതെ അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. തീർച്ചയായിട്ടും ഒരു വിവാഹമോചനം എന്നൊക്കെ പറയുമ്പോൾ അത്രയും നല്ല കാര്യങ്ങളൊന്നും ആയിരിക്കില്ലല്ലോ നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. അത് ഞാൻ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി വന്ന് എന്തുകൊണ്ട് ഞാൻ എൻ്റെ മോചനത്തിന് കാരണമായ പ്രശ്നങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ബാധിക്കുന്ന ഒരുപാട് വ്യക്തികൾ അയാളുടെ ചുറ്റുമുള്ളവരും ഉണ്ടാകും. എൻ്റെ മാത്രം കാര്യമല്ലല്ലോ, അയാൾക്കൊരു കുടുംബമുണ്ട്, കല്യാണം കഴിഞ്ഞ ആളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ കുടുംബത്തിനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആരുടെയും പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ ഈ സോഷ്യൽ മീഡിയ വഴി കൊണ്ടുവന്ന് എനിക്ക് കുറച്ച് ലൈക്സ് കിട്ടാനോ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കിട്ടുവാനോ ചാനലിന് റീച്ച് ഉണ്ടാകാനോ അതുവഴി എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുമെന്നോ വിചാരിച്ച് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പകരം ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ഡിവോഴ്സ് ആയാൽ എന്താണ് നമ്മൾ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര മനോഹരമായിട്ടായിരിക്കും ബാക്കിയുള്ള കാലഘട്ടങ്ങളെ സർവൈവ് ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. വിവാഹ മോചനം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്പേസിൽ നിന്ന് നമ്മൾ തന്നെ മാറി വരിക എന്നുള്ളതാണ്. അതൊരു സ്ത്രീ ആയാലും ഒരു പുരുഷനായാലും നമ്മുടേതല്ലാത്ത ഒരു സ്ഥലത്ത് നിന്നും നമുക്കൊരു മിനിമൽ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ് നമുക്ക് അവിടെ തീരെ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ സ്വാഭാവികമായും മാറി ജീവിക്കേണ്ടുന്ന ഒരവസ്ഥ മാത്രമാണ്. അതിന് അത്രയും സാധാരണമായിട്ട് കാണാൻ സാധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇത് വളരെ സർവ്വസാധാരണമായിട്ട് ഉറപ്പായിട്ട് വരുന്ന ഒരു കാര്യമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരാളെ കുറിച്ചൊരു അലിഗേഷൻ ഉണ്ടാക്കി അതിലൊരു പബ്ലിസിറ്റി ഉണ്ടാക്കി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഒരു സമൂഹ നീതി എന്ന് പറയുന്ന ഒരു നിയമ സംവിധാനം എന്ന് പറയുന്നത് നമുക്കൊരു ഡിവോഴ്സ് വരുമ്പോൾ മറ്റേ ആളിനെ കുറിച്ച് നമുക്ക് അവരുടെ മേലുള്ള കുറ്റങ്ങളെ കുറിച്ച് പറഞ്ഞ് അത് തെളിവ് കൊടുത്ത് അത് ബോധിപ്പിച്ച് ഒക്കെ ചെയ്താൽ മാത്രമാണ് നമുക്കൊരു ഡിവോഴ്സ് കിട്ടുന്നത്. ഓൾറെഡി നമ്മൾ അതിലൊക്കെ കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്നൊക്കെ പുറത്ത് കടന്നിട്ട് പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് കൊണ്ട് വീണ്ടും അത് തന്നെ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് തീരെ യോജിപ്പില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ചാനൽ വഴി അത്തരം പേഴ്സണലായിട്ടുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അത് എന്നെ ഹേർട്ട് ചെയ്ത ഒരാളായാൽ കൂടിയും നമ്മളെല്ലാവരുടെയും പേഴ്സണൽ സ്പേസുകളെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരാളുടെ പേഴ്സണൽ സ്പേസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അത് നമ്മൾ തീർച്ചയായിട്ടും മറന്നു പോകേണ്ടാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചാനലിലൂടെ എൻ്റെ പേഴ്സണലായിട്ടുള്ള വിവാഹ ജീവിതത്തിൽ നടന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചും ഈ ഒരു ചാനലിലൂടെ ഡിസ്കസ് ചെയ്യില്ല. പകരം ഒരു ഡിവോഴ്സി ആയ ഒരു സ്ത്രീ എത്ര മനോഹരമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ ജീവിതം നയിക്കുന്നത്. എനിക്ക് വളരെയധികം സന്തോഷത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്കങ്ങനെ ഒറ്റയ്ക്കാണ് എന്നുള്ള യാതൊരുവിധ വിഷമങ്ങളോ ഒന്നുമില്ല. വളരെയധികം സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ തുടർന്ന് നമ്മൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക, സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനൽ എടുത്തിട്ടുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും ഒരു വിവാഹമോചിത എന്നുള്ള രീതിയിൽ ഒരുപാട് വെല്ലുവിളികൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അത് വേറൊരാളെ ബാധിക്കാത്ത
തരത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് ഉറപ്പായിട്ട് ഷെയർ ചെയ്യും. അതിന് ഞാൻ ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിച്ചു, ഞാൻ അത് എങ്ങനെയൊക്കെ സർവൈവ് ചെയ്തു, എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് തരണം ചെയ്തതെന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. തുടർന്നും ഇത്തരം വീഡിയോസ് ആയിരിക്കും ഈ ചാനലുകളിൽ ഉണ്ടാവുക. അപ്പം തുടർന്ന് എൻ്റെ ചാനലുകൾ കാണുക. ഓക്കെ, താങ്ക് യു ഓൾ.